ഹായ് ഫ്രണ്ട്സ്, ഈ ക്യാപ്ഷൻ പോലെ തന്നെ ഒരു യുദ്ധമായിരുന്നു എൻ്റെ പാസ്ത റെസിപ്പി. ഞാൻ ആദ്യമായിട്ടാണ് പാസ്ത ഉണ്ടാക്കി നോക്കുന്നത്. മേടിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി പാസ്ത. അപ്പം ഞാനൊരു അരക്കപ്പ് എന്ന് ഇച്ചിരി വലിയ സൈസ് ഒരു കപ്പിൽ, അളവ് ഞാൻ പറയാൻ പറ്റത്തില്ല കാരണം ഇച്ചിരി വലിയ സൈസ് കപ്പാണ്. എന്തായാലും ഫ്ലോപ്പായ റെസിപ്പിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ കപ്പിൽ പാസ്ത എടുത്ത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പാസ്ത ഇട്ട് നല്ലതായിട്ട് വേവിച്ചെടുത്തു. ഒരല്പം ബട്ടർ ഇട്ടിട്ട് ക്യാപ്സിക്കത്തിൻ്റെ കാൽ ഭാഗം ക്യാപ്സിക്കം എടുത്ത് ചെറുതായി അരിഞ്ഞതും അരമുറി സവാളയും കൂടെ അരിഞ്ഞ് ആ ബട്ടറിലിട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ടേക്ക് അതേ തവയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് 3 ടീസ്പൂൺ മൈദയും ചേർത്ത് ഇനിയാണ് എൻ്റെ യുദ്ധം തുടങ്ങുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വഴറ്റിയെന്ന് പറയാം. അതൊന്ന് നല്ലതായിട്ട് മെൽറ്റായി കിട്ടണമല്ലോ ബട്ടറിൽ. ഇനി ബട്ടറിൻ്റെ അളവ് കുറഞ്ഞു പോയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ നോക്കിയപ്പോൾ തന്നെ അതങ്ങ് കട്ട കെട്ടി തുടങ്ങി. അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാൻ എന്തെടുത്തു, ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം, ചിലപ്പോൾ അത് ഡ്രൈ ആവുമ്പോൾ അത് ആ കട്ട കെട്ടിയത് പോയി കിട്ടും എന്ന് വിചാരിച്ചു. പോകുന്നില്ല, കട്ട കൂടുന്നതല്ലാതെ കട്ട മാറുന്നില്ല. കട്ട കൂടിക്കൂടി വന്നു. അപ്പം ഞാൻ പാലെടുത്തിട്ട് അതിൽ നിന്ന് ഒരു അര ഗ്ലാസ് പാലൊഴിച്ച് നോക്കി. അര ഗ്ലാസ്സാണ് ഒഴിച്ചേക്കുന്നത്. 1 ഗ്ലാസ് പാലൊഴിച്ചു. പോരാൻ തോന്നി കുറച്ചുകൂടെ പാലൊഴിച്ചു. ഒരു 3/4 ഗ്ലാസ് പാലുണ്ടത്. 3/4 ഗ്ലാസ് പാലൊഴിച്ചപ്പോൾ കട്ട കെട്ടുന്നത് കൂടി. തീ സിമ്മിലിട്ട് നോക്കി, സ്റ്റൗവിൽ തീ സിമ്മിലിട്ട്, എന്നിട്ടും മാറുന്നില്ല. അപ്പം ഞാൻ അടുത്ത ആയുധം എടുത്തു, എൻ്റെ വിസ്ക്. എവിടെയോ ഒന്ന് വായിച്ചിട്ടുണ്ട് വിസ്ക് ഇട്ട് ചെയ്ത് നോക്കിയാൽ അത് മാറി കിട്ടുമെന്ന്. എവിടെ നിന്ന് വീണ്ടും ഒരു 1/4 ഗ്ലാസ് പാലൊഴിച്ചു. അപ്പോഴും അത് കട്ട കിട്ടുന്നതല്ലാതെ കട്ട മാറി കിട്ടുന്നില്ല. ടെൻഷനായി. ദൈവമേ, വേവിച്ച് വെച്ച പാസ്ത എന്തോ ചെയ്യും? അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ആയുധം പൊട്ടറ്റോ സ്മാഷർ. അതിട്ടുടച്ച് നോക്കി. പക്ഷേ അതൊരുമാതിരി സക്സസ് ആയിരുന്നു എന്ന് പറയാം. എൻ്റെ തവയ്ക്ക് ഭാഗ്യത്തിലൊന്നും പറ്റിയില്ല. പൊട്ടറ്റോ സ്മാഷറിൻ്റെ ആ സംഭവം കൊണ്ട് ഒരഞ്ഞൊന്നും പറ്റിയിട്ടില്ല. ഞാനതിട്ട് ഇങ്ങനെ ഉടച്ച് ഒരുമാതിരി കട്ട കെട്ടിയതെല്ലാം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് എന്നിട്ട് കട്ട കെട്ടിയതെല്ലാം മാറ്റി ഒരുമാതിരിയല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോയിട്ടില്ല. നല്ല ക്ലിയർ സോസ് ആയിട്ടില്ല, എന്നാലും അങ്ങും ചെറുതായിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും ഒരു 1/2 ഗ്ലാസ് പാലോട് ഒഴിച്ചാവുന്ന ലൂസാക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാകാൻ വെച്ചു. ചൂടായി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ എവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ട് അത് നന്നായി ചൂടായി തുടങ്ങിയപ്പോൾ നമ്മുടെ ചീസിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ടു. അത് വിട്ട് അതും നന്നായി മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ അത് മെൽറ്റായി തുടങ്ങി. ചെറിയ സിമ്മിലായിട്ടേക്കുന്നത്. അപ്പോൾ എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടു. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഇട്ടു. എൻ്റെ കയ്യിൽ ഒറിഗാനോ ഇല്ല, ഒറിഗാനോ ഉള്ളവർക്ക് ഒറിഗാനോ ഇടാം. അത് വിട്ടു. ആകെ ടെൻഷനായി, എന്തോ സംഭവം, ഫൈനൽ എന്താകും, കഴിക്കാൻ പറ്റുമോ, കൊച്ചുങ്ങൾ എന്നെ എടുത്ത് അലക്കുമോ, എനിക്കതൊക്കെയായിരുന്നു ടെൻഷൻ. എന്തായാലും അത്രയായി. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരല്പം ആവശ്യത്തിന് ഉപ്പിടണം. പക്ഷേ ആ സോസൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. സംഭവമൊക്കെ ഓക്കെ ആയിരുന്നു. പാസ്ത വേവിച്ച് ഇച്ചിരി കൂടിപ്പോയി. ഒരു ബൗൾ പാസ്ത, ഒരു വലിയ ബൗളായിരുന്നു. ആ ബൗളിൽ ഒരു ബൗൾ പാസ്ത എടുത്തത്. അതിച്ചിരി കട്ട കെട്ടി. അതിച്ചിരി ഓയിലൊഴിച്ച് വേവിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഉപ്പിട്ട് വേവിച്ചതാണ്. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. എന്നിട്ട് അത് മിക്സ് ചെയ്തു. പക്ഷേ സോസ് ഇച്ചിരി കുറഞ്ഞു പോയി. പാസ്തയുടെ അളവ് ഇച്ചിരി കുറവായിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ സോസ് കറക്റ്റായിരുന്നു. അല്പം കുരുമുളകും വിതറി നന്നായി മിക്സ് ചെയ്ത് എടുത്തു. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ സ്റ്റിക്കിനെസ്സും ആ സോസ് കുറവ്, മൈദ കട്ട കെട്ടിയതൊക്കെ ഒരു ടെൻഷനായിപ്പോയി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണോ വേണ്ടായോ എന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ വെച്ച് എന്തായാലും ഷൂട്ട് ചെയ്തല്ലേ അപ്ലോഡ് ചെയ്തേക്കാം. എന്തായാലും ഇന്നലെ ഒരു ഫ്ലോപ്പ് ഡേ ആയിരുന്നു എനിക്ക്. ഇതായിരുന്നു എൻ്റെ പാസ്ത. സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ പാസ്ത കുഴപ്പമില്ലായിരുന്നു, കഴിക്കാൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, സ്പൈസി ഉണ്ടായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. സോസിൻ്റെ കുറവ് മാത്രം. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.